ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഒരുപാട് വലിയൊരു ബ്രേക്കിന് ശേഷം വീണ്ടും ഞാൻ എൻ്റെ യൂട്യൂബ് പ്ലാറ്റ്ഫോമിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് കുറേയൊക്കെ വീഡിയോസ് ഇടാനൊന്നും പറ്റാതെ ഒരുപാട് വലിയ ലാഗ് വന്നു. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് ഷൂട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ എൻ്റെ ഡ്രാഫ്റ്റിലുണ്ടായിരുന്ന കുറച്ച് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ള റെസിപ്പി വീഡിയോസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഗ്രീൻ ചിക്കൻ പാൽക്കറിയുടെ റെസിപ്പിയാണ്. നല്ലൊരു അടിപൊളി കിഡിലൻ ചിക്കൻ കറിയാണ്, എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് പാൽക്കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ കുറച്ച് കാന്താരി മുളക്, കുറച്ച് കുരുമുളക്, പച്ച കുരുമുളകാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതുപോലെ കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും. ഇത് ഇത്രയും ചതച്ച് മുഴുവനായിട്ട് ഇട്ടിട്ടില്ല, കുറച്ചാണ് ചേർത്തിട്ടുള്ളൂ. പിന്നെ കുറച്ച് സവോള, അതായത് ഒരു വലിയ സവോള അല്ലെങ്കിൽ 2 ചെറിയ സവോള, പിന്നെ ഒരു തക്കാളി. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. നല്ല കട്ടിയുള്ള 1-ാം പാൽ 1 ഗ്ലാസ്. ഇത് ഏകദേശം ഇപ്പോൾ ഒരു 250 ml അളവ് വരും കേട്ടോ. അതുപോലെ 2-ാം പാലും, തേങ്ങയുടെ 2-ാം പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും 250 ml തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് കാഷ്യൂനട്ട് വേണം. ഇത് ഞാൻ വെള്ളത്തിൽ കുതിർത്താൻ ഇട്ടിരുന്നതാണ്. അപ്പോൾ ഞാൻ കാന്താരി മുളകൊക്കെ അരച്ച് കഴിഞ്ഞപ്പോൾ അതേ മിക്സിയിൽ തന്നെ ഇട്ടിട്ട് അതും കൂടി അരച്ച് പേസ്റ്റാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒരു പാൻ വെച്ച് എണ്ണ ചൂടാക്കി അതിലേക്ക് ആദ്യം തന്നെ നമ്മുടെ ചതച്ച് വെച്ചിട്ടുള്ള കുരുമുളകും, കാന്താരി മുളകും, അതുപോലെ പച്ചമുളകും, ഈ 3 ഐറ്റംസും നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കാം. ഇതിലേക്ക് സവോള ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ സവോളയിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതൊന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട്, പെട്ടെന്നൊന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ സവോള അത്യാവശ്യം നന്നായിട്ടൊക്കെ വാടി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചത് കൂട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു വലിയ ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇത്രയും ബാക്കിയുണ്ട്, മുഴുവനായിട്ട് ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ റെഡിയായി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചേർക്കാനുള്ളത് തക്കാളിയാണ്. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി പാകമാക്കി എടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ അധികം പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, വളരെ കുറച്ച് പൊടികൾ ചേർക്കുന്നുള്ളൂ. എരിവിനായിട്ട് പിന്നെ നമ്മൾ മുളക് പൊടി എക്സ്ട്രാ ആഡ് ചെയ്യുന്നില്ല. ഓൾറെഡി നമ്മൾ കുരുമുളകും കാന്താരി മുളകും പച്ചമുളകും ഒക്കെ അരച്ച് ചേർത്തിട്ടുണ്ട്. അത്യാവശ്യം പാകത്തിനുള്ള ഒരു എരിവ് ഇതിന് ഓൾറെഡി ഉണ്ടാവും. പിന്നെ നമ്മൾ മുളക് പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ തക്കാളിയും അതുപോലെ സവോളയും ഒക്കെ പാകമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കൊരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അത് നന്നായി ഒന്ന് വഴറ്റുക, പച്ചമണം മാറുന്ന വരെ അത്യാവശ്യം നല്ല പാകത്തിലൊന്ന് വഴറ്റിയെടുക്കുക. അത് കഴിഞ്ഞ് നമുക്കിതിലേക്ക് ചേർക്കാനുള്ള മല്ലിപ്പൊടിയാണ്. അതപ്പോൾ ഞാൻ മല്ലിപ്പൊടി ഏകദേശം 1 ടീസ്പൂണിൻ്റെ അടുത്ത് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഒരു ചെറിയ ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഏകദേശം ഒരു 1/2 കിലോ ഒക്കെ വരുന്ന ഒരു ചെറിയ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് പൊടികൾ ഇത്ര കുറച്ചിട്ടിട്ടുള്ളത്. നമ്മൾ വലിയ ചിക്കൻ എടുക്കുകയാണെങ്കിൽ മല്ലിപ്പൊടിയൊക്കെ അത്യാവശ്യം കുറച്ച് കൂടുതലിട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ നല്ലപോലെ വാട്ടി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ്റെ പീസസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ ചിക്കനിൽ നിന്ന് ചെറുതായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വരും. ആ മസാലക്കൂട്ടൊക്കെ അതിൻ്റെ മേലേക്ക് ഒന്ന് പിടിക്കും. അത് കഴിഞ്ഞ ശേഷം നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ചിക്കൻ കുറച്ച് നേരം ഇനി അടച്ചു വെച്ച് വേവിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അടച്ചു വെച്ച് വേവിക്കുന്നതിന് മുന്നേ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പൊക്കെ ചേർത്ത് കുറച്ച് നേരം അടച്ചു വയ്ക്കുക. വെള്ളം ചേർക്കരുത് കേട്ടോ, ഒട്ടും വെള്ളം ചേർക്കരുത്. അപ്പോൾ അടച്ചു വെച്ചതിന് ശേഷം അതിലേക്ക് ലേശം മസാലയൊക്കെ പിടിച്ച് വന്നപ്പോൾ ഞാനതിലേക്ക് തേങ്ങയുടെ 2-ാം പാലാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ചിക്കൻ മുഴുവനായിട്ട് കിടന്ന് വെന്ത് റെഡിയായി വരുന്നത് നമ്മുടെ ഈ 2-ാം പാലിലാണ്. അപ്പോൾ നമ്മളിതിലേക്ക് 2-ാം പാൽ ചേർത്ത് നന്നായി തിളപ്പിക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ കാഷ്യൂ പേസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല തിക്നെസ് കിട്ടും. അപ്പോൾ ഇനി അതവിടെ കിടന്ന് തിളയ്ക്കട്ടെ. നല്ലപോലെ തിളച്ച് ചിക്കൻ്റെ പീസസൊക്കെ നല്ലപോലെ വെന്ത് വരട്ടെ. അതുവരേക്കും നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം.
അപ്പോൾ ഇതേ നമ്മുടെ കറി തിളച്ച് അത്യാവശ്യം പാകത്തിനുള്ള കുറുക്കൊക്കെ ആയി വന്നിട്ടുണ്ട് കേട്ടോ. എണ്ണയൊക്കെ ചെറുതായി തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കണം. ഒന്നാം പാൽ ചേർത്തതിന് ശേഷം പിന്നെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. നല്ലപോലെ ചൂടായി വന്നു കഴിഞ്ഞാൽ കുറച്ച് കറിവേപ്പിലയൊക്കെ ചേർത്തിട്ട് അടച്ചു വയ്ക്കുക. ഇനി ഞാനിതിലേക്ക് കുറച്ച് ഉള്ളി മൂപ്പിച്ച് ഒഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ചെറിയ ഉള്ളി ചെറിയ പീസസ് ആയിട്ട് അരിഞ്ഞിട്ട് പാകത്തിന് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതെ നമ്മുടെ ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറിയിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് നേരം കൂടി ഇത് അടച്ചു വയ്ക്കുക കേട്ടോ. അപ്പോഴാണ് നമ്മൾ ആ കറിയിലേക്ക് മൂപ്പിച്ച് ഒഴിച്ചതിൻ്റെ ടേസ്റ്റൊക്കെ നല്ലതുപോലെ കറിയിലേക്ക് പിടിക്കുള്ളൂ. അപ്പോൾ ഞാൻ തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം തിളപ്പിച്ചിട്ടൊന്നുമില്ല കേട്ടോ. എന്നാലും കട്ടിയായിട്ട് വന്നിട്ടുണ്ട് കറിയൊക്കെ. ഇനി ഒന്നും കൂടി അത് ആറി കഴിയുമ്പോൾ ഒന്നും കൂടി കട്ടിയായിട്ട് വരും. അപ്പോൾ അത്രയും നേരം നമുക്ക് അടച്ചു വയ്ക്കാം. ഞാനിത് ചെറിയൊരു കുടുക്കയിലേക്ക് മാറ്റാൻ പോവാണ് കേട്ടോ. അപ്പോൾ നോക്കിയേ, നമ്മുടെ ഗ്രീൻ കളർ ചിക്കൻ പാൽക്കറി റെഡി ആയിട്ടുണ്ട്. നല്ലൊരു അടിപൊളി കറിയാണ്. നമ്മുടെ അപ്പത്തിലേക്കാണെങ്കിലും ചപ്പാത്തിയിലേക്കാണെങ്കിലും പത്തിരിയിലേക്കാണെങ്കിലും ഒക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഞാനിന്നിപ്പോൾ പത്തിരിയുടെ ഒപ്പമാണ് ഇത് സെർവ് ചെയ്യാൻ പോകുന്നത്. നല്ലൊരു ഭംഗിയുള്ള ലൈറ്റ് ഗ്രീൻ കളറാണ് ഈ കറിക്ക്. അതുപോലെ തന്നെ കുരുമുളകിൻ്റെയും ചീനമുളകിൻ്റെ ഒക്കെ നല്ല ടേസ്റ്റും എരിവുമൊക്കെ ചേർന്നിട്ടുള്ള നല്ലൊരു കിടിലൻ കറിയാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അത്യാവശ്യം എരിവൊക്കെ ഉള്ള കറിയാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ തേങ്ങാപ്പാലൊക്കെ ചേർക്കുന്ന കാരണം കൊണ്ട് തന്നെ ഓവർ ആയിട്ടുള്ള സ്പൈസിനെസ് ഒന്നും ഉണ്ടാവില്ല. പാകത്തിനുള്ള എരിവൊക്കെ ഉള്ള നല്ലൊരു സൂപ്പർ ടേസ്റ്റി കറി. അപ്പോൾ നോക്കിയേ, ഞാൻ പത്തിരിയുടെ ഒപ്പം ഇത് കഴിക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കിയ ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലിടുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്ക് ഇൻസ്റ്റാ ഐഡീസും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ചെറിയ ചെറിയ റെസിപ്പീസായിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ. അസ്സലാമു അലൈക്കും. താങ്ക് യു.